മുട്ട ഇതുപോലെ പാനിലിട്ട് പൊട്ടിച്ചാൽ മയോണൈസ് റെഡിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതുപോലെ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോൾ അത് ഫെയിലായി പോകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ നമ്മുടെ മയോണൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബുൾസൈ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ എടുക്കണ്ടേ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കുറച്ച് വെക്കണം എന്ന് പറയുന്നത് നമ്മുടെ മുട്ട ഒരുപാട് മുരിഞ്ഞ് കളറ് മാറാൻ പാടില്ലേ. കാരണം മയോണൈസിൻ്റെ കളറും ഫ്ലേവറൊക്കെ മാറിപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം 1-2 സ്പൂൺ പച്ചവെള്ളം ഇതുപോലെ ചുറ്റിച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതെന്ന് വിചാരിച്ചാൽ മുട്ടയുടെ കളർ മാറാതിരിക്കാനും പിന്നെ നല്ല മുട്ട സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബുൾസയാക്കി എടുക്കാനും പറ്റും കേട്ടോ, ഒരുപാട് മൊരിയാതെ. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ വെള്ളം ഒഴിച്ച് ഒന്നങ്ങോട്ട് സൈഡിൽ നിന്നൊക്കെ ഒരു തിളയൊക്കെ വരുമ്പോൾ തന്നെ പാനിൽ നിന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുട്ടയുടെ മഞ്ഞൊന്നും ഒരുപാട് അങ്ങനെ ഹാർഡായി പോകണ്ട കേട്ടോ, സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. എന്നാൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും വേണം, ആ ഒരു രീതിയിൽ. അങ്ങനെ ഇതാ നമ്മുടെ ബുൾസൈ റെഡി ആയിട്ടിട്ട് കണ്ടില്ല, കളറൊന്നും മാറിയിട്ടൊന്നുമില്ല, പാനിൽ നിന്ന് ഇതുപോലെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 മുട്ട വെച്ചിട്ടുള്ള മയോണൈസാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2 മുട്ടയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബുൾസൈ രണ്ടും റെഡി ആയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്ലി വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ അല്ലിയാണെങ്കിൽ 2 എടുത്തോളെ. പിന്നെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഡ്രോപ്പായിട്ട് 2-3 ഡ്രോപ്പായിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ നോക്കിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് പഞ്ചസാരയും കൂടി ഒന്ന് ടേസ്റ്റ് ബാലൻസിന് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങളിത് ഓവർ തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനിയിപ്പം നമുക്കൊന്ന് നന്നായിട്ട് അരയാൻ പാകത്തിന് വെള്ളം, അതായത് 1-2 സ്പൂണ് വെള്ളം 2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ. അപ്പോൾ ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തതിന് ശേഷം, ഈ ഒരു ലൂസിൽ അടിച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിതിലേക്ക് ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് നോക്കിയിട്ട് ഒഴിക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മയോണൈസ് കണ്ടില്ല, കറക്റ്റ് തിക്നെസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനി ഞാൻ എക്സ്ട്രാ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ടോട്ടൽ 1/4 കപ്പ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ട് നിങ്ങൾ ഏത് ഐറ്റത്തിലേക്കാണോ മയോണൈസ് റെഡിയാക്കുന്നത്, അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/3 കപ്പ് വരെയൊക്കെ ഓയിൽ ഒഴിക്കുക കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതാ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പാകത്തിന് തിക്കൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കുക്ക് ചെയ്ത മുട്ടയൊക്കെ വെച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെയും കഴിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്